ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരം മുത്തശ്ശിയുടെ സ്വർണം പറ്റിച്ചുകൊണ്ട് ശരത്ത് പോയി എന്ന് കേട്ടതോടുകൂടി മനോഹരന് ദേഷ്യം പിടിച്ച് ശരത്തിനെ വിളിച്ച് പറയുകയാണ്, ഞാൻ 2 കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മുന്നേ നീ അമ്മയുടെ സ്വർണം തിരിച്ച് ഇവിടെ കൊണ്ടുതരണം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നും നിന്നെയും അമ്മയെയും പുറത്താക്കുകയും ചെയ്യും. പോരാത്തതിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്യും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയുടെ സ്വർണം തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കണം. അല്ലാതെ ഇതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കുക. അപ്പോൾ മുത്തശ്ശിക്ക് അങ്ങ് പേടിയാവുകയാണ്. ശരത്തിനെയും മുത്തശ്ശിയെയും ആ വീട്ടിൽ നിന്നും സ്വർണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുറത്താക്കും എന്ന് പറഞ്ഞത് മനോഹരം പറഞ്ഞതുപോലെ ചെയ്യുമല്ലോ എന്നുള്ള പേടിയോടുകൂടിയാണ് മുത്തശ്ശി ഇരിക്കുന്നത്. അങ്ങനെ ശരത്തിന് പിന്നെ നിവൃത്തിയില്ലാതെ ശരത്ത് വീണ്ടും ആ പണിക്കരാണെന്നും പറഞ്ഞു വന്ന ആൾക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, താനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ അത്യാവശ്യമായിട്ടൊരു പൂജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താൻ പൂജ എന്നൊന്നും പറയണ്ട, നീ മോഷണത്തിന് പോവുക എന്ന് പറഞ്ഞാൽ മതി. നീ കൂടുതൽ സംസാരിക്കാതെ നീ പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ എത്തിയിരിക്കണം. അത് പിന്നെ എനിക്ക് പറ്റില്ല. എന്താണെങ്കിലും ഫോണിലൂടെ പറഞ്ഞൂടെ? ഫോണിലൂടെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ തേടി പോലീസ് അവിടെ എത്തും. പോലീസോ? അതെ, പോലീസ് അവിടെ എത്തും. നിനക്ക് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു തന്ന വളയില്ലേ, അതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അതോടുകൂടി പോലീസ് എന്ന് കേട്ടതോടുകൂടി അയാൾ പെട്ടെന്ന് തന്നെ ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശരത്തിനോട് ചോദിക്കുകയാണ്, അല്ല, മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും വാങ്ങിത്തന്ന ആ വളയില്ലേ, അതെനിക്ക് തിരിച്ചു വേണം. ഇല്ല ശരത്തെ, ഞാനത് തരില്ല. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും നീയും പോലീസിൽ അകപ്പെടും. അത് വേണോ? പോലീസിൽ പരാതി കൊടുക്കും എന്നുള്ളതാണ് മനോഹരം പറഞ്ഞിട്ടുള്ളത്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വള തിരിച്ചു തന്നേക്ക്. അത് കുഴപ്പമില്ല, പോലീസ് വന്നാലേ ഞാൻ കാര്യം പറഞ്ഞോളാം. പോലീസ് വന്ന് നിന്നെ പിടിച്ചാലേ അത് എനിക്കും കൂടി ദോഷമാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. എങ്കിൽ എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയ, എനിക്ക് ദക്ഷിണയായിട്ട് കിട്ടിയ ഈ വള ഞാൻ എന്തായാലും തിരിച്ചു തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ തന്നെ നിൻ്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് നീ അങ്ങ് സ്വർണം വാങ്ങിച്ചു കൊടുത്തേക്ക്. അത് പിന്നെ എങ്ങനെ ശരിയാവും? ഇപ്പോൾ സ്വർണത്തിന് നല്ല വിലയല്ലേ. എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ആ വള തിരിച്ചു തരുന്നുണ്ട്? ഇല്ല, എൻ്റെ കയ്യിൽ ദക്ഷിണയായിട്ട് കിട്ടിയ ഈ സ്വർണം നിനക്ക് എന്തായാലും ഞാൻ തരാൻ പോകുന്നില്ല. നിനക്ക് എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അറിയാതെയാണ് നീ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. അത് തന്നെയാണ് ശരത്തെ നിന്നോട് ഞാനും പറയുന്നത്. എൻ്റെ സ്വഭാവം, എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിനക്കും അറിയില്ല. അതുകൊണ്ട് നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ഞാൻ ഈ വള എന്തായാലും തരില്ല. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ തന്നെ നിൻ്റെ കയ്യിൽ നിന്നും കാശിറക്കി അവർക്ക് വള വാങ്ങിച്ചു കൊടുത്തേക്ക് എന്നും പറഞ്ഞ് ആ പണിക്കര് സ്വർണം കൊടുക്കാതെ തിരിച്ചു പോവാൻ കേട്ടോ. അതോടുകൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവനെ കൊണ്ട് തോറ്റല്ലോ. ഇനിയിപ്പോൾ എൻ്റെ നിലനിൽപ്പിന് തന്നെ ഇത് ദോഷമാവും. പിന്നെ ആ ദേവിക അറിഞ്ഞാൽ അതോടുകൂടി എല്ലാം അവതാളത്തിലാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചേ മതിയാവൂ എന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ ദേവികയെക്കുറിച്ച് ആ പണിക്കരെന്ന് പറഞ്ഞ ആളോട് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അതൊക്കെ നിന്നെ ബാധിക്കുന്ന കാര്യമല്ലേ, നീ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ പരിഹരിച്ചോ എന്ന് പറഞ്ഞാണ് അയാൾ മുത്തശ്ശിയുടെ വള കൊടുക്കാതെ തിരിച്ചു പോകുന്നത്. അങ്ങനെ നിവർത്തി കെട്ട ശരത്തിൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് യഥാർത്ഥത്തിൽ മുത്തശ്ശിക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതുമായിട്ടാണ് മനോഹരൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം പ്രേമയുടെ കണ്ണും വെട്ടിച്ച് ചന്ദ്ര നേരെ കോടതിയിലേക്ക് പോകാൻ വേണ്ടി പാത്തും പതുങ്ങിയും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് പ്രേമ വരികയാണ്. എന്നിട്ട് പ്രേമ പുറകിൽ നിന്ന് അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീ എവിടേക്കാണാവോ ഒരു കള്ളിയെ പോലെ പോവാൻ നോക്കുന്നത്? അത് പിന്നെ എന്ന് പറഞ്ഞ് പതറുകയാണ് കേട്ടോ. എന്താടി നീ പതറുന്നത്? നീ എവിടേക്കാണ് പോകുന്നത് എന്നാ ചോദിച്ചത്. അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം. നിനക്കങ്ങനെ അത്യാവശ്യമായിട്ട് പുറത്ത് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നെ നോക്കാനാണ്. നീ പുറത്ത് പോയാൽ പിന്നെ എന്നെ ആര് നോക്കാനാണ്? അതുകൊണ്ട് നീ പോവില്ല. പ്രേമിച്ച് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എന്നെ ഒന്ന് പറഞ്ഞു വിട്. നീ എത്ര തന്നെ എന്നോട് പറഞ്ഞാലും ശരി, നിന്നെ ഞാൻ പുറത്ത് വിടില്ല. നിന്നെ ഞാൻ റൂമിലിട്ട് പൂട്ടാൻ പോവുകയാണ്. നീ എൻ്റെ കണ്ണ് വെട്ടിച്ച് പുറത്ത് പോകാൻ നോക്കുന്നോടി എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയും പ്രേമയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും വഴക്കുമാണ്. അത് കണ്ടുകൊണ്ടാണ് രംഗൻ അവിടേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും രംഗൻ പിടിച്ചു മാറ്റുകയാണ്. എന്താ പ്രേമ, എന്താണ് ഈ കാണിക്കുന്നത്? എന്തിനാണ് ചന്ദ്രയോട് ഇങ്ങനെ പെരുമാറുന്നത്? പാവമല്ലേ? ഇവൾ പാവമോ? ഇവളെ എന്നെ പറ്റിച്ച് ഇവൾ പുറത്ത് പോകാൻ നോക്കിയതാണ്. ഇവൾക്ക് അങ്ങനെ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, അപ്പം ഞാൻ സമ്മതിക്കുമല്ലോ. ഇവളെന്തിനാണ് കള്ളിയെ പോലെ പോകാൻ നിൽക്കുന്നത്? അതുകൊണ്ട് ഇവൾ അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവളെ ഞാൻ ഇനി റൂമിലിട്ട് പൂട്ടാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൂട്ടാൻ വേണ്ടി ഞാനങ്ങ് നിന്ന് തരാം, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറയുമ്പോൾ, എന്ത് പറഞ്ഞടി നീ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രേമ ചന്ദ്രയുടെ നേരെ അങ്ങ് കയറുക കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ പ്രേമയുടെ കയ്യിൽ നിന്നും നല്ല കണക്കിന് കിട്ടുന്നതുമുണ്ട്. അങ്ങനെ പ്രേമയെ തള്ളി മാറ്റിയിട്ട് ചന്ദ്ര പോവാൻ ഒരുങ്ങുമ്പോഴത്തേക്കും വീണ്ടും പ്രേമ അങ്ങ് പിടിച്ചു വെക്കാൻ
കേട്ടോ. എന്നിട്ട് രംഗം വീണ്ടും രണ്ടുപേരെയും അങ്ങ് പിടിച്ചു മാറ്റുകയാണ്. എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും പ്രേമേ? അപ്പോൾ ചന്ദ്ര പറയാണ്, ഇവർക്ക് മുഴുത്ത വട്ടാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്കെന്താ ഒന്ന് പുറത്തു പോകാനും കൂടി പാടില്ലേ? അപ്പോൾ രംഗം പറയാണ്, പ്രേമേ അവളൊന്ന് പുറത്ത് പോയിക്കോട്ടെ, അതിനെന്തിനാണ് നീ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നത്? അവൾക്ക് അങ്ങനെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് അവളിങ്ങനെ കള്ളിയെ പോലെ പോകുന്നത്? ഇവളെ അങ്ങനെ പുറത്ത് വിടാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അവളൊന്ന് പൊയ്ക്കോട്ടെ പ്രേമ. എന്നാൽ അവൾ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. ഇവൾ പോകുന്നുണ്ടെങ്കിൽ ഒപ്പം ഞാനും ഇവളോടൊപ്പം പോകും. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് വീണ്ടും പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയണേ, ഞാനതിന് മാനസിക ആശുപത്രിയിലേക്കല്ല പോകുന്നത്. എന്തു പറഞ്ഞടി നീ എന്ന് പറഞ്ഞ് വീണ്ടും പ്രേമചന്ദ്രയെ അങ്ങ് അടിക്കുകയാണ് കേട്ടോ. രംഗം വീണ്ടും മാറ്റുകയാണ്. എന്നിട്ട് പറയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രേമ പറയണേ, എനിക്കങ്ങനെ ഇവളെ വിശ്വാസമില്ല. അതുകൊണ്ട് ഇവൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാനും ഇവളോടൊപ്പം പോവും. ഞാനെന്താ ഇവളോടൊപ്പം പോയാൽ? അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങൾ എന്നോട് കൂടുതൽ കളിച്ചാലേ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അത് കേട്ടപ്പോൾ കണ്ടില്ലേ ചേട്ടച്ചാ ഇവൾ പറയുന്നത്. അപ്പോൾ രംഗം പറയണേ, ചന്ദ്ര നീ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കേണ്ട, സുഖമില്ലാത്ത ആളല്ലേ? സുഖമില്ലായകയല്ല, ഇവർക്ക് രണ്ട് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. എന്ത് പറഞ്ഞിട്ട് നീ എന്നെ അടിക്കുമെന്ന്? എന്നാൽ നീ അടിച്ചിട്ടൊന്ന് കാണിക്കടി എന്ന് പറഞ്ഞ് പ്രേമ വീണ്ടും ചന്ദ്രയുടെ മെക്കിട്ട് കയറുന്ന സമയത്ത് രംഗം വീണ്ടും മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, തവണത്തേക്ക് പ്രേമേ ഇവളെ ഒന്ന് പുറത്തേക്ക് വിട്ടാളെ, ഇവൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ. അപ്പോൾ പ്രേമ പറയണ, എങ്കിൽ പൊയ്ക്കോട്ടെ, പക്ഷേ ഇവളോടൊപ്പം ഞാനും പോകുമെന്നില്ലേ, എങ്കിൽ മാത്രമാണ് ഇവളെ ഞാൻ പുറത്ത് വിടൂ, അല്ലാതെ ഇവളെ തനിച്ച് ഞാൻ പറഞ്ഞു വിടില്ല. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എന്നെ നിങ്ങൾ പുറത്ത് പറഞ്ഞയക്കാതിരിക്കാനല്ലേ എന്നോടൊപ്പം നിങ്ങളിപ്പോൾ വരുന്നത്, ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് റൂമിലേക്ക് അങ്ങ് പോവാട്ടോ. അങ്ങനെ പ്രേമയും പോവുകയാണ്. അപ്പോൾ രംഗം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയാൽ ഇവർ രണ്ടുപേരിൽ ഒരാളെ ജീവനോടെ ഉണ്ടാവൂ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ രംഗനാകെ ധർമ്മസങ്കടത്തോടു കൂടി നോക്കി നിൽക്കുന്നത്. പിന്നീട് സ്വർണം വാങ്ങിയ ശേഷം ശരത്ത് മനോഹരൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. എന്നിട്ട് മനോഹരന് മുത്തശ്ശി അവിടെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ മനോഹരൻ്റെ കയ്യിൽ ഈ വള വെച്ച് കൊടുക്കാൻ കേട്ടോ, ഇതാ സ്വർണം എന്ന് പറഞ്ഞ്. അപ്പോൾ മനോഹരൻ അത് നോക്കുമ്പോൾ ഇതല്ലല്ലോ അമ്മയുടെ സ്വർണം, ഇത് പുതിയതാണല്ലോ. അപ്പോൾ ഇത് പുതിയത് തന്നെയാണ്, പഴയത് ആ പണിക്കർ തന്നില്ല. പണിക്കരോട് എത്ര ചോദിച്ചിട്ടും പണിക്കർ തിരിച്ചു തരുന്നില്ല. അത് നീ ഇത് കൊണ്ടുവന്ന പണിക്കരല്ലേ, അത് തന്നെ വേണം. അത് ഞാൻ ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പണിക്കരുമായിട്ട് ഇവിടേക്ക് വന്നത്. നിത്യയുടെ ആത്മാവ് അലഞ്ഞു തിരിയാതിരിക്കാൻ വേണ്ടിയാണ്, ഈ വീടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പണിക്കരുമായിട്ട് ഇവിടേക്ക് വന്നത്. ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും നിങ്ങളാരും അത് മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പോൾ മനോഹരൻ പറയണ, അതിനെ നിത്യയുടെ ആത്മാവിനെ കണ്ടത് നീയും മുത്തശ്ശിയുമാണ്. നിത്യയുടെ ആത്മാവിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിന്നോട് അതിനെക്കുറിച്ച് ചെയ്യാനും പറഞ്ഞിട്ടില്ല. നിൻ്റെ അടുത്തേക്ക് നിത്യയുടെ ആത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ അവളെ പിച്ച് ചിന്തി കൊന്നത് നീ ആയതുകൊണ്ട് നിന്നോടുള്ള പ്രതികാരം ചെയ്യാനാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണാവോ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത്? മുത്തശ്ശി നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് മുത്തശ്ശിയുടെ അടുത്തേക്കും നിത്യയുടെ ആത്മാവ് വരുന്നത്. അല്ലാതെ ഞാനോ ദേവികയോ ഇതുവരെയും നിത്യയുടെ ആത്മാവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മോളുടെ ആത്മാവിനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടാനൊന്നും നീ നോക്കണ്ട, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ശരത്ത് പറയണേ, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കൂ. ആ ദേവിക പറയുന്നതല്ലേ നിങ്ങൾക്ക് കൂടുതൽ വേദവാക്യം. ഒരു ദിവസം ഞാൻ പറയുന്നതാണ് സത്യം എന്നുള്ളതും ദേവികയാണ് തെറ്റ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും, അപ്പോഴാണ് നിങ്ങൾ പഠിക്കൂ എന്ന് പറയുമ്പോൾ, നീ ദേവികയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട. ആരാണ് ശരി എന്നുള്ളതും ആരാണ് തെറ്റ് എന്നുള്ളതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ശരത്ത് കൊടുത്ത ആ സ്വർണം എടുത്ത് മനോഹരൻ നോക്കിയിട്ട് പറയണേ, ഇത് ഒറിജിനൽ സ്വർണം തന്നെയാണോ? അതെ, ഇത് 10 മാറ്റ് സ്വർണം തന്നെയാണ്, വിശ്വാസമില്ലല്, ഇതാ ബില്ല് എന്ന് പറഞ്ഞ് ബില്ലും കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് പറയണേ, ഇനി ഈ സ്വർണം ഞാൻ അറിയാതെ ആർക്കും കൊടുത്തു പോവരുത്. ഇനി അങ്ങനെ വല്ലതും ചെയ്താൽ അമ്മയോട് ഞാൻ പറഞ്ഞതുപോലെ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലുണ്ടാവില്ല എന്ന് ഈ മനോഹരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അമ്മ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, ആര് തന്നെ വന്ന് ചോദിച്ചാലും സ്വർണം കൊടുക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കണ്ട. അപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നോക്കുകയാണ്, ഇതിപ്പോൾ ആരാ ഇവിടേക്ക് വരുന്നത് എന്നുള്ള ഭാവത്തിലോട്ട്. അപ്പോഴാണ് ജയശങ്കറും സ്വാമിയും കൂടി അവിടേക്ക് വരുന്നത്. എന്നിട്ട് ജയശങ്കർ പറയണ, എവിടെ ദേവിക എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ദേവിക മോൾ ഇവിടെ ഇല്ലല്ലോ, എങ്കിൽ ഞാൻ ദേവിക വരുന്ന സമയത്ത് വന്നോളാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ഒരു കേട്ടോ. അപ്പോൾ സ്വാമി പറയണേ, ദേവിക ഇത്രയും വലിയ ചതി ജയശങ്കർ സാറിനോട് ചെയ്യുമെന്ന് കരുതിയില്ല. അപ്പോൾ ദേവികയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ മനോഹരൻ തന്നെ അങ്ങ് അതിശയിച്ചു പോകട്ടെ, എന്താ നിങ്ങൾ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ
ശരത്തും ഒപ്പം നിൽക്കുന്നുണ്ട്, മുത്തശ്ശിയും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വാമി കാര്യം പറയുകയാണ്, ദേവിക എന്തിനാണ് ജയശങ്കർ സാറിൻ്റെ കുടുംബത്തിനോട് ഇങ്ങനെ ചെയ്തത്? ആ മാലിനിയെ വെച്ച് എന്തിനാണ് ജയശങ്കർ സാറിൻ്റെ മോൾ അക്ഷര മേഡത്തിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കിയത്? എന്താ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അതെ, അക്ഷര മേഡത്തിൻ്റെ ജീവിതം തകർക്കാൻ ആ മാലിനി ഒരുങ്ങിയിരിക്കുകയാണ്. നിരഞ്ജൻ സാറും മാലിനിയും തമ്മിൽ അടുപ്പത്തിലാണ്. അതെല്ലാം ദേവികയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ദേവികയ്ക്ക് പകയാണ് ഇപ്പോഴും ജയശങ്കർ സാറിൻ്റെ വീട്ടിൽ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തിനാണാവോ ദേവിക മോൾക്ക് നിങ്ങളോട് പക? അതേ, സുധിയെ ഇല്ലാതാക്കിയത് എൻ്റെ മോൾ അക്ഷരയാണെന്നല്ലേ ഇപ്പോഴും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ദേവിക അത് വിശ്വസിച്ച് പക തീർക്കുകയാണ്. എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദേവിക ഇപ്പോൾ മാലിനിയെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ദേവികയെക്കുറിച്ച് അത് കേട്ടപ്പോൾ മനോഹരൻ പറയാണ്, ഒരിക്കലും എൻ്റെ ദേവിക മോൾ അങ്ങനെ ചെയ്യില്ല. ദേവിക അങ്ങനെ കുടുംബം തരുന്നുണ്ടെങ്കിൽ അത് കൂട്ടിയോജിപ്പിക്കാനാണ് ദേവിക മോൾ ഇതുവരെയും ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ ജയശങ്കർ പറയണേ, നിങ്ങൾക്ക് ദേവിക വലിയവളായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് ദേവിക എനിക്ക് ശത്രുവാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യമറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതും വിശ്വസിച്ച് എൻ്റെ ദേവിക മോളെക്കുറിച്ച് കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ജയശങ്കർ ഒരു ഭീഷണി സ്വരത്തിൽ പറയുകയാണ്, എൻ്റെ മോളുടെ ജീവിതം തകർത്താലേ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അല്ല, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മകൾ അക്ഷരയുടെ ഭർത്താവ് നിരഞ്ജൻ അങ്ങനെ ഏതെങ്കിലും ഒരുത്തി വന്ന് പല്ലിളിച്ച് കാണിച്ചാൽ അങ്ങ് മയങ്ങിപ്പോകുന്നവനാണോ? നിങ്ങളുടെ മരുമകൻ നിരഞ്ജൻ, ഡോക്ടർ നിരഞ്ജൻ എന്ന് നിങ്ങളിപ്പോൾ വന്ന് പറഞ്ഞില്ലേ ദേവികയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ ദേവിക മോള് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ മുത്തശ്ശിയും ശരത്തുമൊക്കെ എരിപിരി കയറ്റുകയാണ് കേട്ടോ. ദേവിക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഒരു കുടുംബം തകർക്കാൻ കൂട്ടു നിൽക്കുന്നത് അത് ശരിയല്ല മനോഹര. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ശരത്ത് പറയണേ, ഞാൻ പലതവണ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട് ഡോക്ടർ നിരഞ്ജനെയും ആ മാലിനി ഡോക്ടറെയും. ഇതൊക്കെ ദേവികയ്ക്ക് വേണ്ടിയായിരിക്കും ആ മാലിനി ചെയ്യുന്നുണ്ടാവുക. മാലിനിയെ കണ്ടാൽ അറിയാം അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു സ്ത്രീയല്ല എന്ന്. പക്ഷേ ദേവികയ്ക്ക് വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. സ്വാമി പറയണേ, കണ്ടില്ലേ ഓരോ സത്യങ്ങൾ പുറത്തു വരുന്നത്, ഇതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് സ്വാമിയും പറയുമ്പോൾ നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ജയശങ്കർ പറയണേ, ഭീഷണിയല്ല, ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മനോഹരൻ പറയണേ, നിങ്ങളെല്ലാവരും കൂടി പ്രതികാരം ചെയ്തിട്ടാണല്ലോ ഈ വീടിപ്പോൾ ഈ നിലയിലെത്തിയത്. ആദ്യം എൻ്റെ മോൻ പോയി, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പോയി, ഇപ്പോൾ ഇതാ പാർവതിയെയും കാണാനില്ല. എന്നിട്ടും ഞങ്ങൾ ആരും നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് പരാതി പറയാനോ പരിഭവം പറയാനോ ഒന്നും നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങളങ്ങ് ചെയ്തേക്ക്. ഒരു കാര്യമുണ്ട്, എൻ്റെ ദേവിക മോളുടെ ദേഹത്ത് ആരെങ്കിലും ഒരു പൂഴിമണ്ണ് ഇട്ടാൽ പോലും ആ കൈ ഞാൻ വിട്ടും. ഈ മനോഹരൻ അത് ചെയ്തിരിക്കും, അത് ആര് തന്നെ ആയാലും ശരി. മനോഹരൻ നല്ല കയർത്ത് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ജയശങ്കറിനോടും സ്വാമിയോടും സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.